മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ക്ഷാമമുണ്ടാക്കി വില കൂട്ടാൻ പന്നി ഫാം ലോബി. അവരെ സഹായിക്കാൻ സർക്കാരും. പന്നിയിറച്ചി കച്ചവടക്കാർ പ്രതിസന്ധിയിലായി. ഫെബ്രുവരി 5 മുതൽ ഇറച്ചിക്കടകൾ അടച്ചിടാൻ തീരുമാനം. പന്നിയിറച്ചിക്ക് പേരുകേട്ട സ്ഥലമാണ് അങ്കമാലി. അങ്കമാലി പന്നീസ് എന്ന് കേട്ടാൽ തന്നെ ഇറച്ചിപ്രേമികളുടെ നാവിൽ വെള്ളമൂറും. അങ്കമാലി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി 50ഓളം പന്നിയിറച്ചി കടകളുണ്ട്. ഒട്ടേറെ ചെറുകിട കച്ചവടക്കാരും 100 കണക്കിന് തൊഴിലാളികളുമാണ് ഇതിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. എന്നാൽ ഇവരുടെ വയറ്റത്തടിക്കുന്ന നടപടികളാണ് സർക്കാരും പന്നി ഫാം ലോബിയും കൈക്കൊണ്ടുവരുന്നത് എന്ന പരാതിയാണ് ഉയരുന്നത്. ഇറച്ചിക്ഷാമവും വാണം പോലെ കുതിച്ചുയരുന്ന വിലയുമാണ് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നത്. പന്നിപ്പനി രോഗത്തിന്റെ പേരിൽ ഏതാനും മാസം മുൻപ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പന്നിവരവിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് ഇതോടെ നിലച്ചു. കേരളത്തിനകത്തുള്ള പന്നി ഫാമുകളെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേടിലായി ഇറച്ചിക്കടക്കാർ. സംസ്ഥാനത്ത് ആവശ്യമുള്ള പന്നിയിറച്ചിയുടെ 30-40% മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് നിലച്ചതോടെ പന്നിയിറച്ചി വ്യാപാരം കേരളത്തിലെ ഫാം ലോബിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. ക്ഷാമം മുതലെടുത്ത് കൊള്ളവില ഈടാക്കാനും തുടങ്ങി. 10 മാസം മുൻപ് വരെ 250 രൂപയുണ്ടായിരുന്ന 1 കിലോ പന്നിയിറച്ചിയുടെ വില ഇപ്പോൾ 350-ലെത്തി. കേരളത്തിലെ പന്നി ഫാം ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറച്ചിയുടെ നിരോധനം കേരള സർക്കാർ പലവട്ടം നീട്ടി നൽകുകയും ചെയ്തു. ഇതോടെ സാധാരണക്കാരായ കച്ചവടക്കാർ വലിയ പ്രതിസന്ധിയിലായതായി വ്യാപാരികൾ പറയുന്നു. നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യ വിഭവമാണ് പന്നിയിറച്ചി. അത് തൃശ്ശൂർ മുതൽ കോട്ടയം വരെയുള്ള പ്രദേശങ്ങൾ, ഹൈറേഞ്ച്, ഇടുക്കിയടക്ക പ്രദേശങ്ങളിലെ ഒരു പ്രധാന വിഭവമാണ് പന്നിയിറച്ചി. നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായ പന്നിയുടെ ഉൽപ്പാദനം ആവശ്യത്തിന് 40% മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു 6-7-8 മാസം മുമ്പ് സംസ്ഥാന സർക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പന്നി കൊണ്ടുവരുന്നത് നിരോധിച്ചിരുന്നു. അത് അത്തരത്തിൽ അന്ന് പനി റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായി താൽക്കാലിക നിരോധനമാണ്. ഫാം അസോസിയേഷൻ്റെ ലോബിങ്ങിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ അത് അനന്തമായി നിരോധനം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പന്നിയിറച്ചിയുടെ വില കഴിഞ്ഞ ഒരു 6-7 മാസം കൊണ്ട് കിലോ 100 രൂപ വരെ കൂടിയിരിക്കുകയാണ്. ഞങ്ങളൊരു 8 മാസം മുമ്പ് 260 രൂപയ്ക്ക് വിറ്റിരുന്ന ഇറച്ചി ഇപ്പോൾ 350 രൂപയ്ക്ക് വിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതിൻ്റെ ഭാഗമായി പ്രാദേശികമായി ജനങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങളിതൊരു നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലായി. പരോക്ഷമായും ഡയറക്റ്റായും പരോക്ഷമായി ഏകദേശം 10,000-5000-ഓളം തൊഴിലാളികളും ജീവനക്കാരും ഇതിൻ്റെ കച്ചവടക്കാരും ഉണ്ട്. എല്ലാം ചെറുകിടക്കാരാണ്. അവരുടെ ഒരു ജീവൽ പ്രശ്നമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ നിരോധനം ഉടനെ പിൻവലിക്കുകയും ഇതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും നമ്മൾ ഈ ഫാമുകളുടെ ലോബിങ്ങിൻ്റെ ഭാഗമായി അനന്തമായി കൂടുന്ന ഈ ലോബിങ്ങിൻ്റെ ഭാഗമായി ഇതിനകത്തൊരു
ഒരു കോക്കോസ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ നിയന്ത്രണത്തിലാണ് ഇതിന്റെ വില നിൽക്കുന്നത്. അപ്പോൾ സർക്കാർ ഇതിന്റെ വില നിയന്ത്രിക്കാൻ ഫാം അസോസിയേഷനുമായി ബന്ധപ്പെട്ട് സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം. അതിന്റെ ഭാഗമായി മാത്രമേ ഇതിന്റെ അനന്തമായ വില ഇനിയും വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായി ഞങ്ങൾ 5-ാം തീയതി മുതൽ സംസ്ഥാനത്തെ മുഴുവൻ പന്നിയിറച്ചി വിൽപ്പന കേന്ദ്രങ്ങളും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇറച്ചി ക്ഷാമത്തെ തുടർന്ന് അങ്കമാലി മാർക്കറ്റിലെ പല പന്നിയിറച്ചി കടകളും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സംസ്ഥാനത്തെ പന്നിയിറച്ചി വ്യാപാരികൾ അങ്കമാലി TBയിൽ യോഗം ചേർന്നു. പ്രത്യക്ഷ സമര പരിപാടികൾക്ക് രൂപം നൽകാൻ ഓൾ കേരള പിഗ് ട്രേഡേഴ്സ് ഫെഡറേഷന് രൂപം നൽകി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പന്നിയിറച്ചി വരവ് നിയന്ത്രണം പിൻവലിക്കണമെന്നും അന്യായമായി ഇറച്ചിവില വർദ്ധിപ്പിക്കുന്ന ഫാം ലോബിയുടെ നടപടിയിൽ സർക്കാർ ഇടപെടണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ഫെബ്രുവരി 5 മുതൽ സംസ്ഥാന വ്യാപകമായി പന്നിയിറച്ചി കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഈ യോഗത്തിന്റെ പ്രധാന ആവശ്യമായിട്ട് ഉന്നയിച്ചത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പന്നികളെ ഇറക്കുന്നതിനുള്ള നിയന്ത്രണം സർക്കാർ എടുത്തു മാറ്റണം എന്നുള്ളതാണ് പ്രധാന അജണ്ടയായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൂടാതെ പന്നി പ്രാദേശിക തലത്തിൽ അന്യായ ഫാമുകളുടെ വിലവർധന മൂലം പ്രാദേശിക തലത്തിൽ കച്ചവടക്കാർക്ക്, അതായത് ഏകദേശം 80-100 രൂപയോളത്തോളം ഫാമുകളുടെ റേറ്റ് വർദ്ധിപ്പിച്ചതിനനുസരിച്ച് പ്രാദേശികമായ തലത്തിൽ നമുക്ക് ജനങ്ങളിൽ നിന്ന് വില കൂട്ടി കച്ചവടം നടത്താൻ പറ്റാത്ത സാഹചര്യം നിലവിൽ വന്നതാണ്. ഞങ്ങളിങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാനും ഇത് പൊതുജനങ്ങളെ അറിയിക്കാനുമായിട്ട് ഞങ്ങളിങ്ങനൊരു മീറ്റിംഗ് കൂടിയതും ഇങ്ങനൊരു തീരുമാനം എടുത്തതും. ഫെബ്രുവരി 5 മുതൽ അനിശ്ചിതകാലം കടകളടച്ചിട്ട് സമരം ചെയ്യാൻ സംഘടന തീരുമാനിച്ചു. ബിജു പൗലോസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഫെഡറേഷൻ പ്രസിഡന്റായി PV ബിനോയ്, സെക്രട്ടറിയായി പ്രിൻസ് ആന്റണി, ട്രഷററായി ജെറി പൗലോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.